ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ കുടംപുളിയെ പറ്റി പറയാനാണ്. ഈ കുടംപുളി ഉണങ്ങുന്നതിനും എടുക്കുന്നതിനെല്ലാം ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പൊ നമ്മുടെ മുറ്റത്തൊരു ചെറിയ കുടംപുളി ഉണ്ട്. ചെറുതെന്ന് പറഞ്ഞാൽ കുടംപുളി കുറെ പൊക്കമുണ്ട് കേട്ടോ, വണ്ണമൊക്കെ കുറവാ. അതിപ്പോ 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്നുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാവേ കുടംപുളി അല്ലേ? ഇവിടെയാണ് കേട്ടോ നമ്മുടെ കുടംപുളി നിൽക്കുന്നത്. ഇത് ജാതിയാണ്. ഇതിന്റെ ജാതിയുടെ പുറകിലായിട്ട് കണ്ടത് ഈ കാണുന്നില്ലേ, തെങ്ങിന്റെ ഒക്കെ ഉള്ള ഇതാണ് നമ്മുടെ കുടംപുളി. പക്ഷേങ്കിൽ ഇത് കുറേയും കൂടെ വലുതായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ വീട് പണിയാനായിട്ട് ഇവിടെ നിന്ന് ഒരു ആഞ്ഞിലി വെട്ടിയപ്പോഴത്തേക്കും നമ്മുടെ ഈ കുടംപുളിയുടെ ഒരു കമ്പും കൂടെ നമ്മൾ നന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന കമ്പ് നമ്മൾ വെട്ടേണ്ടി വന്നു. കണ്ടോ, ഇതിങ്ങനെ പന്തലിച്ച് നിൽക്കൂട്ടോ ഇങ്ങോട്ട്. കണ്ടില്ലേ, ഇത് നമ്മുടെ കുടംപുളിയാണ് ഈ കാണുന്നത്. ഈ പ്രാവശ്യം ഇതിന്റെ അകത്ത് കുറെ പുളി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നല്ല പൊക്കത്തിലാണ് ഈ കുടംപുളി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കുടംപുളി കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഉണങ്ങുന്നതിനും എടുക്കുന്നതിനെല്ലാം കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. കുടംപുളി നമ്മൾ പുകയത്താണ് ഉണങ്ങുന്നത്. പുകയിട്ട് കൊടുക്കണം, തീ എരിയരുത്, നല്ല പുക. അതൊക്കെ നമുക്ക് കാണാം. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ കൊല്ലത്തെ പുളി ഒന്ന് കാണിച്ചു തരട്ടെ. ഇതാണ് കഴിഞ്ഞ വർഷം. ഇത് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലം, കഴിഞ്ഞ കൊല്ലം ഉണ്ടായില്ല. ഇപ്പൊ 2ാമത്തെ വർഷമാണ് ഈ പുളി കായ്ക്കുന്നത്. ആദ്യത്തെ വർഷം കിട്ടിയ പുളിയാണിത്. ആദ്യം കിട്ടിയ പുളിയാണ് ഇത് ആദ്യത്തെ വർഷം കിട്ടിയ പുളിയാണ്. ഒരു കാലം പുളിയുണ്ട്. നമുക്കൊന്ന് കുടഞ്ഞിട്ട് കാണിക്കാം. നമ്മൾ ഇതിൽ ഒരു പുളി പോലും എടുത്തില്ല. ഇവിടെ വേറെ പുളി ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് ആ പുളിയാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ആവുന്ന കുടംപുളി 2-3 പുളി മേടിച്ചായിരുന്നു. നമ്മളെപ്പോഴും പുളിയൊക്കെ ഒന്നിച്ചെല്ലാം മേടിച്ച് വെച്ചേക്കും ഞങ്ങള്. കുടംപുളി ആയാലും വാളംപുളി ആയാലും ഒക്കെ ഒന്നിച്ചെല്ലാം ഞങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് അന്നേരം പോയി നമ്മൾ മേടിക്കും, വാങ്ങിക്കത്തില്ല. ഇത് കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം, 1 കൊല്ലം കഴിഞ്ഞ പുളിയാണിത്. കഴിഞ്ഞ കൊല്ലം പുളി ഒന്നും ഉണ്ടായില്ല. ഇതിന് ഒരു കേടും ഇല്ല. ഇതിങ്ങനെ നമ്മളിങ്ങനെ പുകയിട്ടാണ് നമ്മളിത് ഉണങ്ങിയെടുക്കുന്നത്. അമ്മയുടെ കൈ മൊത്തം പുകയും വെളിച്ചെണ്ണയും ഒക്കെ ഉപ്പൊക്കെ ഇടണം. പിന്നെ ഈ വർഷം നമുക്ക് കിട്ടിയ പുളി, ഈ വർഷം നമ്മൾ കുറെ കമ്പ് അങ്ങ് വെട്ടിയാണ്. നമ്മുടെ ആഞ്ഞിലി വെട്ടിയപ്പോഴ് കുറെ കമ്പ് വെട്ടിക്കള നമുക്ക് പുളി കുറവാണ്. 2 കമ്പേലേ പുളി ഉള്ളൂ. അത് ശരിക്കും കമ്പ് വെട്ടിയിലാണ് ഇഷ്ടം പോലെ പുളി കണ്ടേനെ. ഇതിൽ കൂടുതൽ പുളി കിട്ടിയേനെയായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ പ്രാവശ്യം ഞാൻ ഉണങ്ങിയെടുത്ത പുളിയാണ് ഇത്രയും പുളി. ഇത് പുളി ഉണങ്ങുമ്പോ നമ്മൾ ഈ പുകയിട്ട് കഴിയുമ്പോൾ തീ എരിഞ്ഞു കഴിഞ്ഞാൽ പുളി കരിഞ്ഞു പോകും. അപ്പൊ കരിയാതെ നമ്മൾ ഞാൻ പറയട്ടെ, ഇത് നമ്മൾ ഈ പ്രാവശ്യത്തെ പുളി ഇത്രയല്ല ഉള്ളത്. ഇത് ഉണങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പുളി ഉണ്ട്. ഇത് നമ്മുടെ പച്ചപ്പുളി ഇങ്ങനെ വീഴും അല്ലേ? ഇന്ന് കിട്ടിയ പുളിയാണിത്. ഇത്രേ ഉള്ളൂ അല്ലേ? ഇത്രയൊക്കെ പുളിയേ ഉള്ളൂ. എന്നാൽ പോലും നമുക്ക് ഇത്രയും പുളി നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പുളി നമുക്ക് ഈ മരത്തിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് വലിയ കാര്യം അല്ലെ? പക്ഷെ നമ്മൾ കൂത്താളത്തേക്ക് പോയാൽ നമുക്ക് ഇങ്ങനെ ഒന്നും കിട്ടത്തില്ല. പിന്നെ 3 കൊല്ലം കൂട്ടാനുള്ള പുളി ഉണ്ട് അല്ലെ? നമ്മളധികം മീനൊന്നും ഉപയോഗിക്കാം. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഞങ്ങൾ മീൻ മേടിക്കണം. അപ്പൊ ഞങ്ങൾക്ക് പുളി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മേടിച്ച പുളി ഒരു പരണിക്കകത്ത് വേറെ ഇരിക്കോ അമ്മ? അപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ പുളി ഉണങ്ങിന്റെ അകത്ത് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞില്ലേ? അപ്പൊ ആദ്യം നമ്മൾ ഇങ്ങനെ പുളി പഴുത്ത് വീഴും അല്ലെ? പൊട്ടിക്കും. ഈ പുളി പൊട്ടിക്കണം. വെള്ളത്തിലിട്ട് നമ്മളൊന്ന് കഴുകും. ഇത് ആണോ? അപ്പൊ നമുക്കൊന്ന് നോക്കാവേ. ഇതെങ്ങനെ പൊട്ടിക്കുന്ന എങ്ങനെയാ? ഇങ്ങനെ നമ്മൾ കത്തിക്ക് കീറും. അയ്യോ, ഇതിന്റെ അകത്തൊരു കായ ഉണ്ട്. അത് ഭയങ്കര രസമാണ്. ഇപ്പൊ മഴക്കാലമാണ്. ഇതിങ്ങനെ അരി അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഈ അരി തിന്നാം. ചിലന്റെ അരി തിന്നാൻ കൊള്ളാം. ഇതിന് ഭയങ്കര പുളിയായിരിക്കും. എനിക്ക് ഒരെണ്ണം വേണ്ട, നീ തിന്നണ്ട. ഇത് ഇങ്ങനെ നമ്മളിത് കഴുകും. വെള്ളം വരും. ഇങ്ങനെ വെള്ളത്തിൽ നമ്മൾ കഴുകിയിട്ട് ഇങ്ങനെ കമത്തി വെക്കും വെള്ളം തോരാൻ. ഇത് കഴുകണം. കഴുകിയിട്ട് ഇങ്ങനെ കമത്തി വെക്കും. അപ്പൊ വെള്ളം ഇങ്ങനെ വെക്കണം അല്ലേ? വെള്ളം തോർന്നു കഴിയുമ്പോ നമ്മൾ എന്തെങ്കിലും കോർത്തെടുക്കും. നമ്മുടെ ചേര അത്ര സുഖമല്ലാത്തത് കൊണ്ട് നമ്മളിതൊരു പഴുകയില, ഒരു ഈർക്കില ഇതെല്ലാം ഇങ്ങനെ കോർത്തിട്ട് കൊണ്ടുവന്നിട്ട് പുകയത്ത് കൊണ്ട് വെക്കും. അപ്പൊ നമുക്കൊരു കാര്യം, നമ്മൾ പുകയിടുന്ന സ്ഥലം കൂടി ഒന്ന് കാണിക്കാം അല്ലെ? നമുക്ക് ഇവിടെ സത്യം നമ്മൾ ഈ വിറക് കത്തിക്കുന്നിടത്ത് വേണമെങ്കിൽ നമുക്കൊരു ചേര ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ പുളി അവിടെ വേണമെങ്കിൽ പുകയ്ക്കാൻ വെക്കാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ പുക പുറത്തോട്ടാ പോകും. നമുക്കിത് പുകയില്ലാത്ത അടുപ്പ്, സാധാ പറഞ്ഞു വന്നത് പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് നിങ്ങൾ കാണുമ്പോ നമ്മുടെ ഇപ്പോഴത്തെ ഈ അടുപ്പിന് അല്ലേ എവിടെയാ പുകക്കുഴൽ എന്നൊക്കെ വിചാരിക്കും. പക്ഷേങ്കിൽ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന ഈ അടുപ്പിന് പുകക്കുഴലുണ്ട് ഇതിന് അല്ലേ? അത് ഞാനും അമ്മയും കൂടെ ഉണ്ടാക്കിയ അടുപ്പാണ് കേട്ടോ ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പുക വരത്തില്ല. അതുകൊണ്ട് ഇവിടെ പുകയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് പറമ്പിലൊരു ഒരു അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വെള്ളം ചൂടാക്കണ, കുളിക്കാനൊക്കെ വെള്ളം ചൂടാക്കുന്ന ഒരു അടുപ്പുണ്ട്. അപ്പൊ അവിടെ ചേരിലാണ് ഇത് ഉണങ്ങുന്നത്. ഇനി ഉണങ്ങിയാൽ മാത്രം പോലെ, ഉണങ്ങി കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം, ഞാൻ നേരെ നമുക്ക് നമ്മൾ പുളി ഉണങ്ങുന്ന സ്ഥലം കൂടി ഒന്ന് കാണാവേ. ഇവിടെയാണ് കേട്ടോ നമ്മള് പുകയിടുന്ന സ്ഥലം. ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ കണ്ടു വലിയ മുട്ടിവിറകൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ മുട്ടിവിറകൊക്കെ ഇങ്ങനെ ഇരുന്ന് കത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് കണ്ടോ ഇങ്ങനെ ചേരി പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ പുളി വെക്കുന്നത്. ഇതിന്റെ മുകളിലാണ് വെച്ചു കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ വെള്ളം ചൂടാക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ എപ്പോഴും തീ ഉണ്ട് അല്ലെ?
ഇനി ഇതിനകത്ത് പുകയിടാനായിട്ട് നമ്മൾ കരിയിലൊക്കെ കരിയിലെ പച്ച പുല്ലും ഒക്കെ പറിച്ചാണ് ഇങ്ങനെ പുകയ്ക്കും നമ്മള്. അപ്പൊ ഇങ്ങനെ ഇതിൽ ചകിരി വെച്ച് കൊടുക്കും അല്ലെ? അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് പുക ഇങ്ങനെ ഇത് ഉണങ്ങുന്ന നമ്മൾ പിറക്കി എടുക്കണം. ഇത് കണ്ടിട്ട് ഇതിനെ കോർത്ത് വെച്ചാന്ന് വെച്ച പുളിയാ. മിനിഞ്ഞാന്ന് ഒറ്റ ദിവസത്തെ പുളി അതല്ലേ? ഒരു ദിവസം കിട്ടിയത്. ഇതും അതുപോലെ അതിന് 2 ദിവസം മുമ്പേ കിട്ടിയത്. ഇന്ന് ഉണങ്ങിയത് പിറക്കി എടുത്തതാ. ഇപ്പൊ നമ്മള് ഉണങ്ങിയതെല്ലാം കൂടെ നമ്മള് പിറക്കി നമ്മള് ആ കലത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് ഉണങ്ങുന്ന നമ്മൾ എടുക്കണം, ഇല്ലെങ്കിൽ വീണ് കേടായി കരിഞ്ഞു പോകും. ആണോ? അപ്പൊ കുറച്ച് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങ് എടുത്ത് വാരി മാറ്റണം. അതുകൊണ്ട് ഓരോ ദിവസത്തെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഈർക്കില അല്ലെങ്കിൽ വഴുകയ്ക്കകത്തേക്കൊക്കെ ആക്കിയിട്ടാണ് ഇങ്ങനെ ഉണങ്ങി വെക്കുന്നത്. നമുക്ക് പുളി കുറവായതുകൊണ്ട് കൂടുതൽ പുളി നിറച്ചങ്ങ് നിരത്താം. നമുക്ക് വലിയ പുളിയൊന്നും ഇല്ല. വലിയ പുളിയിൽ നമ്മളെ സംബന്ധിച്ച് ഒരു വീടിനെ സംബന്ധിച്ച് നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. വിൽക്കാനുള്ള പുളിയില്ല അല്ലേ? ഇതൊക്കെ ഉണങ്ങി. ഇതിപ്പോ ഇന്നോട് നാളെ ഇതൊക്കെ എടുക്കാം. ഏത് ഈ പുളിയൊക്കെ കണ്ട ഇതൊക്കെ ഉണങ്ങി അല്ലേ? നമുക്ക് വിൽക്കാനൊന്നും ഇല്ല. വലിയ പുളിമരം ഉള്ളവർക്കൊക്കെ വിൽക്കാം ഇഷ്ടം പോലെ അല്ലേ? ഞാനതാ പറഞ്ഞ നമുക്ക് ഇത്രയും കുഞ്ഞു പുളിയില് നമുക്ക് ഇത്രയും ഉണ്ടാകുമ്പോ വലിയ പുളിമരം ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് എന്തോരാ കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ പുക ഇങ്ങനെ അമ്മയ്ക്കൊന്നും അടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇങ്ങനെ മാറുന്നു. അതുകൊണ്ട് പുകയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്താണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ പുകച്ചുകൊണ്ട് നമ്മൾ ഇരിക്കും. അതിനുശേഷം നമ്മുടെ ഈ പുളിയെല്ലാം ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതിങ്ങ് എടുക്കും അല്ലെ? എടുത്തതിന് ശേഷം പിന്നെ എന്താ ചെയ്യണേ? അപ്പൊ നമ്മുടെ ചേരിൽ കിടന്നത് ഇന്നലെയൊക്കെ പിറക്കി എടുത്തതാണ് ഈ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ ഇത് നോക്കി ഈ പുളിയും തമ്മിൽ നിങ്ങൾ നോക്കിയിട്ട് കളർ വ്യത്യാസം ഞാനെന്ന് കാണിച്ചു. ഈ പുളിയുടെ കളറും ഈ പുളിയുടെ കളറും കണ്ടു. ഇത് നല്ല ബ്ലാക്ക്. പഴയ പുളി കണ്ടില്ല, നല്ല ബ്ലാക്ക് ആണ്. ഈ പുളി കണ്ടില്ല, അത്ര ബ്ലാക്ക് അല്ല അല്ലെ? ഇനി അത് പുളി സൂക്ഷിക്കണ ടെക്നിക്ക്. അപ്പൊ ഇത്രയും നമ്മൾ പുളി ഉണങ്ങി നമ്മൾ എടുത്ത് ഇങ്ങനെ വെച്ചു. ഇങ്ങനെ ഉണങ്ങി വെച്ചതിന് ശേഷം വീണ്ടും കൊണ്ട് ഇതിന്റെ കുറെ ടെക്നിക്ക് അല്ലെ? എന്ത് ഈ പുളി ഉണങ്ങുന്നത് നമ്മളിങ്ങനെ വെച്ച പുളിമരത്തിലെ പുളി തീരുന്ന വരെ നമ്മൾ ഇതൊന്നും ചെയ്യത്തില്ല. കാലത്തിനകത്തങ്ങ് എടുത്ത് വെച്ചേക്കുക. അതെല്ലാം തീർന്ന് ഉണക്കെല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ ആണെങ്കിൽ ഇത് കുടഞ്ഞിട്ടിട്ട് ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടെ തിരുമും. നല്ല പോലെ ഇങ്ങനെ തിരുമി പിടിപ്പിച്ചിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഇങ്ങനെ തിരുമ ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ കയ്യിൽ ഉപ്പും വെളിച്ചെണ്ണയും കൂടെ കയ്യിലൊഴിക്കും. എന്നിട്ട് ഈ പുളി അങ്ങനെ തിരുമി എല്ലായിടത്തും പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ നല്ല വെയിലുണ്ടെങ്കിൽ 2 വെയിലൂടെ കൊള്ളിക്കും വെയിലത്ത് വെച്ചാൽ. അപ്പൊ നല്ല കളർ വരും. നമ്മൾ വെയിൽ കൊള്ളണം. എന്നിട്ട് നമ്മൾ വാരി പിന്നെ അതുപോലെ കാലത്തിനകത്ത് അടച്ചു കെട്ടി അങ്ങ് വെക്കുക. ശരിക്കും ഉണങ്ങിയില്ലെങ്കിൽ പുളി പൂത്തു പോകുന്ന മാത്രമല്ല പിന്നെ വേറെ എന്തൊക്കെയോ കാറച്ചവ വരുമോ? കാർച്ചവയൊന്നുമില്ല. കാർച്ചവ ഉള്ള പുളിക്ക് എന്നാ ചേർത്താലും കാർച്ചവ വരും. അത് ചില പുളിമരത്തിന്റെ പ്രത്യേകത. നമ്മുടെ പുളി കാർച്ചവയൊന്നുമില്ല, നല്ല അടിപൊളി പുളി, സൂപ്പർ. ഈ പുളി നമുക്ക് ആ മരം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ മരം വെട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ പുളി കൊണ്ട് അഭിഷേകം നമുക്ക് വിൽക്കാൻ കൂടെ പുളി കിട്ടിയായിരുന്നു. ഇപ്പൊ ഇത് എത്ര കിലോ പുളി കാണും കഴിഞ്ഞ മുമ്പത്തെ വർഷം നമുക്ക് കിട്ടിയത്? ഇതിപ്പോ ഒരു 3 കിലോ പുളിയൊക്കെ കാണും. അത്രേ ഉള്ളൂ അല്ലെ? ഒരു 3-3.5 കിലോ അത്രയും പുളിയുള്ളൂ. അപ്പൊ ഒരു വർഷത്തെ നമ്മുടെ ചെറിയ പുളിയിൽ ആദ്യത്തെ പുളിയാണ് അത്. ഫസ്റ്റ് പുളി ഉദ്ഘാടനം. പിന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായില്ല. 1.5 പുളി ഉണ്ടാണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായില്ല. പിന്നെ ഈ വർഷം ഇപ്പൊ പുളി ഉണ്ടായിട്ടുണ്ട്. പക്ഷേങ്കിൽ കമ്പ് വെട്ടിക്കളഞ്ഞുകൊണ്ട് പുളി ഒത്തിരി പോയി, കുറവാണ്. ഇനി കമ്പ് കിളിർത്ത് സെറ്റപ്പായി വരണം അല്ലെ? നമ്മുടെ വീട്ടാവശ്യമുള്ള പുളി ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പൊ പക്ഷെ വേറൊരു കാര്യമുണ്ട്. നമുക്ക് കുതാലത്തൊന്നും പറമ്പ് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പുളിയും ഒന്നും നമുക്കില്ല അല്ലെ? ഉണങ്ങാനും സൗകര്യമില്ല അവിടെ. പുളി ഉണങ്ങണമെങ്കിൽ നമുക്ക് പുറകിൽ പാറയുടെ അവിടെ കൊണ്ടുപോയി വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി ഉണങ്ങാൻ വേണമെങ്കിൽ. പക്ഷെ പുളി കിട്ടണ്ടേ ഉണങ്ങണമെങ്കിൽ? പക്ഷെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ കുതാലത്ത് വീടിന്റെ തൊട്ട് മുമ്പില് ഒരു വലിയ പുളിമരം അല്ലെ? നമ്മുടെ സ്വന്തം അല്ല കേട്ടോ, വേറൊരാളുടെ പുളിമരാണ്. അവിടെ നമുക്ക് പിറക്കാൻ പറ്റത്തില്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, വന്നവരും പോണവരും നിറച്ച് അവിടുന്ന് പുളി ഇഷ്ടം പോലെ പിറക്കിക്കൊണ്ട് പോണം അല്ലെ? കിലോ കണക്കിന് പുളിയാണ് ഓരോ ദിവസം അവിടുന്ന് ആൾക്കാർ പിറക്കിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ അവിടെ ഒരു പുളിമരം ഉണ്ട്. പക്ഷെ നമ്മൾ ആ പുളിമരത്തിൽ നിന്ന് പിറക്കാനൊന്നും പോകുന്നില്ല. നമുക്കിപ്പോ 3-4 കൊല്ലം കൂടാനുള്ള പുളി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലൂടെ പുളി ഉണങ്ങുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ സാധാരണ വെറുതെ ചുമ്മാ വെയിലത്തിട്ടെങ്കിൽ ഉണക്കി എടുത്താലോ തണലത്തിട്ട് ഉണക്കിയാലോ ഒന്നും പുളിയായിട്ട്. അപ്പൊ ഈ പുളിയുടെ ഒരു പ്രത്യേകത ഇങ്ങനെ ഉണങ്ങുന്നതുകൊണ്ട് ഇത് എത്ര വർഷങ്ങൾ ഇരുന്നാലും കേടാവത്തില്ല അല്ലെ? വർഷാന്തരങ്ങളോളം ഇരിക്കുന്ന 3-ാമത്തെ കൊല്ലമാണ് കഴിഞ്ഞ. അപ്പൊ പുളി സൂക്ഷിക്കുന്നതും പുളി ഉണങ്ങിയെടുക്കുന്നതും പുളിയുടെ കേടുകൂടാതെ വെക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുടംപുളി എന്ന് പറഞ്ഞാൽ തെക്കോട്ട് പറഞ്ഞ പെരട്ടുംപുളി എന്നാണ്. പെരട്ടുംപുളി പെരട്ടുംപുളിയുടെ പോകുന്നത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമന്റും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ FB-യുടെയും അതോടൊപ്പം തന്നെ ഇൻസ്റ്റയുടെ ഒക്കെ ലിങ്ക് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾ FB ഇൻസ്റ്റ ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണം അല്ലേ അമ്മേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം. നമ്മൾ അടുത്ത കുടംപുളി കയറി വീട്ടിൽ പുകയത്തോണ്ട് വെക്കാൻ പോവുക. പണികൾ അവസാനിക്കുന്നില്ല അല്ലെ? വീഡിയോ ഇല്ല. അവസാനിച്ചാലും പണികൾ വീണ്ടും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ? ഉം. അപ്പൊ അത് പുളികളും ദേ ഇങ്ങനെ ഇരിക്കണം. ഇനി ഈ പുളിയൊക്കെ എടുത്ത് വാരി ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കലത്തിൽ നിന്ന് എടുത്ത് കുടഞ്ഞിട്ടാണ് ഇതൊക്കെ എടുത്ത് കെട്ടിവെക്കണം. ഈ വർഷത്തെ പുളികൾ ഇത് ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ? ആ. ഇനി ഇത് മൊത്തം ആയി കഴിഞ്ഞിട്ട് ഈ പുളിയിലെ പുളി മുഴുവൻ തീർന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇത് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് മിക്സ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ശുഭദിനം.